ബ്ലാക്ക് ഹോൾസ് ആൻഡ് വൈറ്റ് ഹോൾസ്. ബ്ലാക്ക് ഹോൾസും വൈറ്റ് ഹോൾസും നമ്മുടെ യൂണിവേഴ്സിൻ്റെ രണ്ട് കവാടങ്ങളാണെങ്കിലോ? അതായത് നിങ്ങൾ ബ്ലാക്ക് ഹോളിൻ്റെ താഴോട്ട് വീഴുകയാണെന്ന് വിചാരിക്കുക, പക്ഷെ നിങ്ങൾ തിരിച്ചു വരുന്നത് വൈറ്റ് ഹോളിലൂടെ ആണെങ്കിലോ? കേൾക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാം. അങ്ങനെ ആയിരുന്നെങ്കിലോ നമ്മുടെ യൂണിവേഴ്സിലെ ഫിസിക്സ് പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റർ ഗാലക്റ്റിക് യാത്രകളൊക്കെ എത്ര എളുപ്പമായിരുന്നേനെ അല്ലേ? കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയേക്കാം. ബ്ലാക്ക് ഹോൾസ് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്നാൽ വൈറ്റ് ഹോളിനെ പറ്റി അധികം ആരും കേൾക്കാൻ വഴിയില്ല. ശരിക്കും വൈറ്റ് ഹോൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടോ? അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? അതിനെന്തെങ്കിലും തെളിവുകൾ നമ്മുടെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ബ്ലാക്ക് ഹോൾസിന്റെ എക്സാക്ട് ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന ഒരു തിയററ്റിക്കൽ കോസ്മിക് റീജിയനാണ് വൈറ്റ് ഹോൾസ് എന്ന് പറയുന്നത്. അതായത് ബ്ലാക്ക് ഹോൾസിനുള്ളിൽ അകപ്പെട്ടു പോയ ഒരു വസ്തുവിനും അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നാൽ വൈറ്റ് ഹോൾസിനെ സംബന്ധിച്ച് അതിനുള്ളിൽ ഒരു വസ്തുവിനും കടക്കാൻ പോലും സാധിക്കില്ല. ബ്ലാക്ക് ഹോൾസിന്റെ അതേ ഇക്വേഷൻസിൽ നിന്ന് ജനിച്ച ഫിഗ്മെന്റ് ഓഫ് ജനറൽ റിലേറ്റിവിറ്റിയുടെ ഒരു സങ്കല്പമാണ് വൈറ്റ് ഹോൾസ് എന്ന് പണ്ടേ കരുതപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഈയിടെ ചില തിയറിസ്റ്റ് സ്പേസ് ടൈമിൻ്റെ ഈ ട്വിൻ വോർട്ടിസസ് അഥവാ ഇരട്ട ചുഴികൾ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിരിക്കുമോ എന്നും ചോദിക്കുന്നു. ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ഹോൾ ബ്ലാക്ക് ഹോളുമായി വളരെയേറെ സാമ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അതായത് ബ്ലാക്ക് ഹോളിനുള്ളതുപോലെ തന്നെ മാസും ഇവന്റ് ഹൊറിസോണിന് ചുറ്റുമുള്ള ഗ്യാസും ഡസ്റ്റും എല്ലാം വൈറ്റ് ഹോളിനും ഉണ്ടത്രേ. ഭൗതിക ശാസ്ത്രജ്ഞർ വൈറ്റ് ഹോളിനെ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ടൈം റിവേഴ്സൽ എന്നും വിശേഷിപ്പിക്കുന്നു. ബ്ലാക്ക് ഹോളിൻ്റെ ബൗണ്ടറി ആയ ഇവന്റ് ഹൊറിസോണിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ വൈറ്റ് ഹോളിൻ്റെ ബൗണ്ടറിയിൽ നമുക്ക് എത്താൻ പോലും സാധിക്കില്ല. ഇവനൊരു സ്പേസ് ക്രാഫ്റ്റിന് പോലും അവിടെ അടുത്തെത്താൻ സാധിക്കില്ല. എന്നാൽ ഒരു വൈറ്റ് ഹോളിനുള്ളിലെ ഒബ്ജക്ട്സിന് പുറത്തേക്ക് പോകാനും പുറം ലോകവുമായി ഇൻട്രാക്ട് ചെയ്യാനും കഴിയും. അതിനാൽ ഔട്ട്സൈഡ് ഇവൻസിന് ഉള്ളിലുള്ള ഒരു ഒബ്ജക്റ്റിനെയും അഫക്റ്റ് ചെയ്യില്ല എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. എന്നിരുന്നാലും വൈറ്റ് ഹോൾസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.